മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് യാ മുആദ് മുആദേ ഇത്തഖില്ലാഹ ഹൈസുമാ കുൻസ്, മുആദേ നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ ഭയപ്പെടണമേ. വഅത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹാ, ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ അതിന്റെ ഉടനെയായി നന്മ ചെയ്യണം. തെറ്റ് ചെയ്തിട്ട് പിന്നെ നന്മ ചെയ്താൽ ആ നന്മ തിന്മയെ മായ്ച്ചു കളയും. എന്തൊരു നല്ല ഉപദേശം. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് നല്ല നിലക്കാണ് പെരുമാറേണ്ടത്. ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല നിലക്ക് പെരുമാറണം. യാ അല്ലാഹ്, മുആദേ ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, ഇത് ഈ ഉമ്മത്തിലെ എല്ലാ മുആദുമാരോടും എല്ലാ മുആദകളോടുമുള്ള ഉപദേശമാണിത്. എല്ലാ മുഅ്മിനീങ്ങളോടുമുള്ള ഉപദേശമാണ്. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, എവിടെയാണെങ്കിലും, കോളേജിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ബസ്സിലാണെങ്കിലും കാറിലാണെങ്കിലും കാൽനടയായി പോവുകയാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും യാ അല്ലാഹ് സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, യാ മുആദ് ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത് വഅത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹാ, നിങ്ങൾ തെറ്റ് സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ നന്മ ചെയ്യണം. തിന്മകളെ നന്മകൾ മായ്ച്ചു കളയും. ഒരുപാട് ആളുകൾ ചെയ്യുന്ന സ്വതക്കകളെ കൊണ്ട് രക്ഷപ്പെട്ടു പോകും. ഒരുപാട് ആളുകൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ടു പോകും. തിന്മകളെ നന്മകൾ മായ്ച്ചു കളയും. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉപദേശം നൽകുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിച്ചു, മാലക തബ്കി, മുആദേ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? യാ റസൂലല്ലാഹി നബിയേ, വല്ലാഹി മാ ബകൈതു ലി അംരിൻ ഫാതത്നി മിനദ് ദുനിയാ, ഈ ലോകത്ത് നഷ്ടമായ ഒരു ജോലിയെക്കുറിച്ചോ കിട്ടാമായിരുന്ന ഒരു വരുമാനത്തെക്കുറിച്ചോ സമ്പത്തിനെ കുറിച്ചോ ചൊല്ലിയുള്ള കരച്ചിലല്ല നബിയെ ഞാൻ കരയുന്നത്. ദുന്യാവ് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് കരയുകയല്ല. വലാകിൻ അഖ്ശാ അൻ യകൂന ആഖിറൽ അഹദി ബിക വലാ അറാക ഇല്ലാ യൗമൽ ഖിയാമ. നബിയേ, ഞാൻ അങ്ങയോട് യാത്ര പറയുന്നത് എന്റെ ജീവിതത്തിൽ അങ്ങയെ അവസാനം കാണുന്ന കാഴ്ചയാകുമോ, നാളെ ഇനി ഖിയാമത്ത് നാളിലാകുമോ ഞാനും നിങ്ങളും ഇനി കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് നബിയേ എനിക്ക് കരച്ചിൽ വരുന്നു. ആണല്ലോ വേർപാടിന്റെ ഒരു വേദന. ഇനി കാണൂലേ, ഇനി കാണില്ലേ എന്ന് പറയുന്നൊരു വേർപാടിന്റെ വേദന. യാ അല്ലാഹ്, മുആദ് എന്നവർ യമനിലേക്ക് പോവാൻ ഫ്ലൈറ്റ് കയറി വരാൻ പറ്റുന്ന കാലമല്ലല്ലോ, പെട്ടെന്ന് ഓടി വരാൻ കഴിയില്ലല്ലോ. ഹബീബിന്റെ അവസാന കാലമാണിത്. നബിയേ, അഖ്ശാ അൻ യകൂന ആഖിറൽ അഹദി ബിക, ഇതങ്ങയെ ഞാൻ അവസാനം കാണുന്ന കാഴ്ചയാകുമോ നബിയേ. സ്വഹാബിമാരുടെ വേദന നോക്കണം. നിബിതങ്ങൾ ഇത്തിബാ ചെയ്യലാണ് സ്നേഹം, ഒക്കെ ശരിയാണ്. പക്ഷേ സ്നേഹം അത് മാത്രമല്ല, അത് ഹൃദയത്തിൽ നിന്ന് തുളുമ്പുന്ന ഒരു അനുരാഗമാണ്. മുആദ് എന്നവർ അതാ പറയുന്നത്, അതാണ് പറയുന്നത്, നബിയെ ഇനി കാണാൻ കഴിയില്ലയോ നബിയെ, ഇനി കാണാൻ പറ്റൂലേ നബിയെ, ഞാൻ പോവല്ലേ യമനിലേക്ക്, 100 കിലോമീറ്റർ അപ്പുറത്തേക്ക് തിരിച്ചു വരാൻ കഴിയോ, ഞാൻ വരുമ്പോ അങ്ങ് ജീവിച്ചിരിപ്പുണ്ടാവുമോ നബിയെ. വലാ നറാക ഇല്ലാ യൗമൽ ഖിയാമ, ഇനി ഖിയാമത്ത് നാളിലല്ലയോ നബിയെ ഞാൻ അങ്ങയെ കാണുക. ലാ തജ്സഅ, മുആദേ പേടിക്കണ്ട മുആദേ, നിങ്ങൾ പേടിക്കല്ലിൻ. ഫഇന്നൽ ജസഅ മിനശ് ശൈത്വാൻ, അനാവശ്യമായ പേടി പിശാചുണ്ടാക്കുന്നതാണ്. നിങ്ങൾ പേടിക്കല്ല മുആദേ, നിങ്ങൾ പേടിക്കരുത്. പക്ഷേ ഒരു സത്യം ഞാൻ പറയാം, ഇന്നക ലൻ തറാനീ ബഅദ യൗമി ഹാദാ, ഈ ദിവസത്തിന് ശേഷം മുആദേ നിങ്ങൾക്കെന്നെ ഈ ഭൂമിയിൽ കാണാൻ കഴിയില്ല. ഇത് ഞാനും നിങ്ങളും അവസാനം കണ്ടുമുട്ടുന്ന കാഴ്ചയാണ് മുആദേ. ഇനി നിങ്ങൾ മദീനത്തേക്ക് വരുമ്പോൾ ഞാൻ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകുമെന്ന് നബിതങ്ങൾ മുആദ് എന്നവരോട് വേദനിക്കരുത് മുആദേ, വിഷമിക്കരുത്, ഞാനൊരു സത്യം പറയാമെന്ന് പറഞ്ഞ് ഹബീബായ നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഈ മുആദ് എന്നവർ വഫാത്താകുന്നത് 34 വയസ്സിലാണ്. 34 വയസ്സിലാണ് മുആദ് എന്നവർ വഫാത്താകുന്നത്. 90 100 വയസ്സുള്ള ആലിമീങ്ങൾ ഈ 34 വയസ്സുള്ള മുആദ് എന്നവരുടെ ബാക്കിലാണ് സ്വർഗത്തിലേക്ക് വരാൻ. സുബ്ഹാനല്ലാഹ്. അതാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന. കാണൂല
മുആദേ ലാ തജ്സഅ, അക്ഷമ കാണിച്ചു കരയല്ലേ. ഫഇന്നൽ ജസഅ മിനശ് ശൈത്വാൻ, അക്ഷമ കാണിക്കുന്ന വേദന പിശാചിന്റേതാണ്. മുആദേ ഇന്നക ലൻ തറാനീ ബഅദ ആമി ഹാദാ. ആ ഒരു യാത്രയപ്പിൽ മുആദ് എന്നവർക്ക് കൊടുത്ത ഉപദേശമാണ്, സത്യവിശ്വാസികളെ, റമദാൻ പടിവാതിലിക്കൽ വന്ന് നിൽക്കുമ്പോ, നമ്മുടെ അതിഥി നമ്മളെ വീട്ടിലേക്ക് കടക്കാനിരിക്കുമ്പോൾ നാം ഓർക്കുകയാണ്, യാ മുആദു ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്. മുആദേ, നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ ഭയപ്പെടണമേ. നമ്മുടെ മക്കള്, നമ്മുടെ വിദ്യാർത്ഥികള്, നമ്മള് മുതിർന്നവര്, ചെറുപ്പക്കാരൊക്കെ തിന്മകളിലേക്ക് വഴിതെറ്റാതെ നമ്മുടെ ചിന്തകളെ അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് പിടിച്ചു നിർത്തിത്തരണേ തമ്പുരാനെ. ചുറ്റുപാടുകൾ വളരെ മലീമസമാണ്, തിന്മകളിലേക്ക് പോകാൻ സാധ്യതയുള്ള ചുറ്റുപാടുകൾ. അല്ലാഹുവേ ഞങ്ങളുടെ കൽബുകളെ ശുദ്ധിയാക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾക്ക്, യുവാക്കൾക്ക് അല്ലാഹുവേ ദീനിന്റെ ഹക്കായ മാർഗത്തിൽ നിലന്ന് ഈമാനോടുകൂടെയുള്ള മരണം അത് സാധ്യമാവാൻ ഞങ്ങളെ തുണക്കേണമേ റഹ്മാനെ. ഞങ്ങളെല്ലാവർക്കും തൗഫീഖ് നൽകണേ റഹ്മാനെ. മുആദേ, ഇനി വരുമ്പോൾ ഞാനുണ്ടാവില്ല മുആദേ മദീനയിൽ. എന്തെന്നില്ലാത്തൊരു യാത്രയപ്പല്ലേ, ഇനി കാണൂല എന്ന് ഉറപ്പിച്ച് നബി തങ്ങൾ പറഞ്ഞു. ഇനി കാണൂല മുആദേ. അതുകൊണ്ട് ഞാൻ ഒരു ഉപദേശം തരാം, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത് വഅത്ബിഇസ് സയ്യിഅതൽ ഹസന വഅത്ബിഇസ് സയ്യിഅതൽ ഹസന. ഏതൊരു തിന്മ സംഭവിച്ചാലും ഉടനെ നന്മ ചെയ്തേക്കണം. തംഹുഹാ, ആ തിന്മകളെ മായ്ച്ചു കളയാൻ നന്മകൾക്ക് സാധിക്കും മുആദേ. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല നിലക്കാണ് പെരുമാറേണ്ടത്. കഴിഞ്ഞില്ല, ഈ റമദാൻ വരുമ്പോൾ കൂടെ കൊണ്ടു നടക്കാൻ ഒരു ഉപദേശം എന്റെ ശരീരത്തോടും നിങ്ങൾക്കുമായി ഞാൻ കൈമാറുകയാണ്. യാ മുആദു മുആദേ, ഉദ്കുറുല്ലാഹ ഇൻദ കുല്ലി ശജരിൻ വഹജരിൻ വമദർ. മുആദേ, കളിമണ്ണ് കാണുമ്പോൾ ദിക്ർ ചൊല്ലണം. മുആദേ, കല്ലുകൾ കാണുമ്പോൾ ദിക്ർ ചൊല്ലണം. മുആദേ, വൃക്ഷങ്ങൾ കാണുമ്പോൾ ദിക്ർ ചൊല്ലണം. ഫഇന്നക ഇദാ ദകർതല്ലാഹ കാനല്ലാഹു മഅക. മുആദേ, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളോട് കൂടെയുണ്ടാകും. എന്തിനാ പേടിക്കേണ്ടത്? ഭരണം ആര് നടത്തിയാലെന്താ, ലോകത്ത് എന്ത് സംഭവിച്ചാലെന്താ? ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു ഉണ്ടോ? കാനല്ലാഹു മഅക, അല്ലാഹു നിന്റെ കൂടെ ഉണ്ട്. മുആദേ, യമനിലേക്ക് പോകുന്ന യാത്രയിൽ കല്ലുകളും പാറകളുമുണ്ട്, കളിമണ്ണുകളുണ്ട്, ചെടികളുണ്ട്. അതൊക്കെ കാണുമ്പോ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ദിക്റുകൾ ചൊല്ലണേ മുആദേ, അല്ലാഹുവിനെ ഓർക്കണേ മുആദേ. ഇൻദ കുല്ലി ഷജരിൻ വഹജരിൻ വമദരിൻ, ഏത് കളിമണ്ണും കല്ലുകളും വൃക്ഷങ്ങളും കാണുമ്പോൾ മുആദേ അല്ലാഹുവിനെ ഓർക്കണേ. ഇനി ഞാനും നിങ്ങളും കാണുന്നത് പരലോകത്ത് വെച്ചായിരിക്കും മുആദേ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ്. ആ ഹബീബിനെ സ്വപ്ന ദർശനത്തിൽ കാണാനും നാളെ പരലോകത്ത് കണ്ടുമുട്ടാനുമുള്ള ഭാഗ്യം അല്ലാഹു നീ ഞങ്ങൾക്കും നൽകണേ തമ്പുരാനെ.